രാജ്ഭവനിലെ ഭാരതാംബ ചിത്രത്തെ ചൊല്ലി ഗവർണർ സർക്കാർ പോര്. വിവാദത്തിന് പിന്നാലെ രാജ്ഭവനിലെ പരിസ്ഥിതി ദിനാഘോഷ പരിപാടി മന്ത്രിമാർ ബഹിഷ്കരിച്ചു. പിന്നാലെ രാജ്ഭവൻ സ്വന്തം നിലയ്ക്ക് പരിപാടി പൂർത്തിയാക്കി. റിപ്പോർട്ടിലേക്ക് ആദ്യം. പരിസ്ഥിതി ദിനാഘോഷത്തോടനുബന്ധിച്ചുള്ള സംസ്ഥാനതല ഉദ്ഘാടനം നടത്താനായിരുന്നു സർക്കാർ നിശ്ചയിച്ചിരുന്നത്. രാജ്ഭവനിലെ പ്രധാന ഹാളിലായിരുന്നു ചടങ്ങ് സംഘടിപ്പിച്ചത്. തയ്യാറെടുപ്പുകൾ വിലയിരുത്തുന്നതിനായി കൃഷി വകുപ്പ് ഉദ്യോഗസ്ഥർ രാജ്ഭവനിലെത്തി. അപ്പോഴാണ് ഭാരതമാതാവിന്റെ ചിത്രം ശ്രദ്ധയിൽപ്പെട്ടത്. വേദിയിൽ നിന്ന് ചിത്രങ്ങൾ നീക്കണമെന്ന് ഉദ്യോഗസ്ഥർ രാജ്ഭവനോട് ആവശ്യപ്പെട്ടു. എന്നാൽ ഗവർണർ ഇതിനു വഴങ്ങിയില്ല. തുടർന്ന് പരിപാടി ഉപേക്ഷിക്കുന്നതായി കൃഷി വകുപ്പ് അറിയിച്ചു. സർക്കാരിന്റെ പരിപാടിക്കകത്ത് അത് പറ്റില്ല. പാർട്ടി പരിപാടിയിൽ നമുക്ക് പോയി പങ്കെടുക്കാം, അതിനെ അത്തരത്തിൽ കണ്ടാൽ മതി. പക്ഷേ എന്നാൽ കൃഷി വകുപ്പിന്റെ പരിപാടിക്കകത്ത് നാളെ മുതൽ അരിവാൾ ചുറ്റിക ആലേഖനം ചെയ്ത കൊടിയുമായിട്ട് ഞാൻ വന്ന് നിന്നാൽ എന്തായിരിക്കും ഉണ്ടാവുക? ഞാൻ ആ പാർട്ടിയുടെ മന്ത്രിയാണ്. കൃഷിമന്ത്രിക്ക് പിന്തുണയറിയിച്ച CPM രാജ്ഭവനെ കാവ്യവത്കരിക്കാനുള്ള ഭരണഘടനാ വിരുദ്ധമായ നീക്കങ്ങളാണ് നടക്കുന്നതെന്ന് ആരോപിച്ചു. അപ്പോൾ കാവ്യവൽക്കരിക്കുന്നതിന് വേണ്ടി ഭരണഘടനാ വിരുദ്ധമായ നിലപാടുകൾ സ്വീകരിക്കുകയാണ്. ഞങ്ങൾ ഭരണഘടനാ വിരുദ്ധമായ നിലപാടുകളെ ശക്തിയായിട്ട് അന്നും ഇന്നും ഇനിയും എതിർത്തുകൊണ്ടേയിരിക്കും. നിലപാട് വ്യക്തമാക്കി CPI നേതൃത്വവും രംഗത്തെത്തി. അതുകൊണ്ട് ഇന്ത്യയെ അറിയാത്ത, ഇന്ത്യക്കാർക്കറിയാത്ത ഏതോ ഒരു തീവ്രവാദ സംഘടനയുടെ കൊടിപിടിക്കുന്ന ഭാരതാംബയെ അടിച്ചേൽപ്പിക്കാനുള്ള ശ്രമം വളരെയേറെ ദുഃഖകരമാണെന്ന് എനിക്ക് പറയാനുള്ളൂ. അതിന് ഗവർണറെ പോലൊരു വലിയ മനുഷ്യൻ കൂട്ടുനിൽക്കാൻ പാടില്ലായിരുന്നു. മന്ത്രിമാരുടെ ബഹിഷ്കരണത്തിന് പിന്നാലെ പരിപാടി സ്വന്തം നിലയ്ക്ക് നടത്താൻ രാജ്ഭവൻ തീരുമാനിക്കുകയായിരുന്നു. പരിസ്ഥിതി ദിനാഘോഷ പരിപാടിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം ദർബാർ ഹാളിൽ നടന്നു. നേരത്തെ ഓപ്പറേഷൻ സിന്ദൂർ വിജയത്തിന് പിന്നാലെ RSS സൈദ്ധാന്തികൻ ഗുരുമൂർത്തിയുടെ പ്രഭാഷണം രാജ്ഭവൻ സംഘടിപ്പിച്ചിരുന്നു. ഇതിനെതിരെ ഭരണപക്ഷത്ത് നിന്ന് വിമർശനവും ഉയർന്നിരുന്നു. ന്യൂസ് ഡെസ്ക്, മാതൃഭൂമി ന്യൂസ്.